നിങ്ങൾക്കറിയുമോ? ഇടുക്കി ജില്ല എന്ന് പറഞ്ഞാൽ ഗസയുടെ എത്ര ഇരട്ടിയാണെന്ന് നിങ്ങൾക്കറിയുമോ? ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. എറണാകുളം ജില്ലക്ക് ഇടുക്കി ജില്ലയുടെ വലിപ്പമില്ല. എറണാകുളം ജില്ലക്ക് വയനാട് ജില്ലയുടെ, മലപ്പുറം ജില്ലയുടെ, കോഴിക്കോട് ജില്ലയുടെ വലിപ്പമില്ല. ആ എറണാകുളം ജില്ലയുടെ 1/3 മാത്രം വലിപ്പം വരുന്ന ഒരു സംസ്ഥാനത്തിന്റെ, ഒരു രാജ്യത്തിന്റെ, ഒരു പ്രവിശ്യയുടെ പേരാണ് ഗസ. എറണാകുളം ജില്ലയുടെ 1/3, ഇടുക്കി ജില്ലയുടെ 1/3 കേരളത്തിന്റെ ചെറിയ ജില്ലകളിൽപ്പെട്ട എറണാകുളം ജില്ലയുടെ 1/3 നീളത്തിൽ സഞ്ചരിച്ചാൽ ഒരറ്റത്തു നിന്നും മറ്റൊരത്തേക്ക് നീളത്തിൽ പോയാൽ 42 കിലോമീറ്റർ കഴിഞ്ഞാൽ ഗസ അവസാനിക്കുന്നു. വീതിയിൽ സഞ്ചരിച്ചാൽ ഒരറ്റത്തു നിന്നും മറ്റൊരറ്റത്തേക്ക് ഏറ്റവും അധികം വീതിയുള്ള പ്രദേശത്തു കൂടെ പോയാൽ അത് 6 കിലോമീറ്റർ വീതിയുള്ള സ്ഥലമുണ്ട്, 4 കിലോമീറ്റർ വീതിയുള്ള സ്ഥലമുണ്ട്, 3 കിലോമീറ്റർ വീതിയുള്ള സ്ഥലം. ഏറ്റവും അധികം ലബ്ധമാകുന്ന വീതി 12 കിലോമീറ്റർ മാത്രമാണ്. പരമാവധി 42 കിലോമീറ്റർ നീളമുള്ള, പരമാവധി 12 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു ചെറിയ പ്രദേശത്ത്, എറണാകുളം ജില്ലയുടെ 1/3 മാത്രം വലിപ്പമുള്ള ഒരു പ്രദേശത്ത് 25 ലക്ഷത്തോളം, 1/4 കോടിയോളം മനുഷ്യരാണ് ജീവിക്കുന്നത്. അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല, അവിടെ മുസ്ലിങ്ങളുണ്ട്, അവിടെ ക്രൈസ്തവരുണ്ട്, അവിടെ ഹൈന്ദവരുണ്ട്, എല്ലാ മതത്തിലും പെട്ടവരുണ്ട്. ഭൂരിപക്ഷം മുസ്ലിങ്ങളാണെന്ന് മാത്രം. ആ പ്രദേശത്ത് ആ പാവങ്ങളെ എത്രയധികം ബോംബുകൾ വർഷിച്ചിട്ടാണ് കൊലപ്പെടുത്തുന്നത്. ഹിരോഷിമയിൽ അമേരിക്ക അത്ര ബോംബ് വർഷിച്ചിട്ടില്ല, നാഗസാക്കിയിൽ വർഷിച്ചിട്ടില്ല. ഇറാൻ യുദ്ധമുണ്ടായല്ലോ, ഇറാനിൽ അത്ര ബോംബ് വർഷിച്ചിട്ടില്ല, ഇറാഖിൽ അമേരിക്ക അത്ര ബോംബ് വർഷിച്ചിട്ടില്ല. ആ പാവങ്ങളെ അരുങ്കൊലക്ക് വിധേയമാക്കുമ്പോ ബഹുമാനപ്പെട്ട DKLM-ന്റെ അടിമാലി മേഖലക്ക് അതിനെതിരിൽ ഒരു പ്രതിഷേധത്തിന്റെ ശബ്ദമുയർത്താതെ ഈ പവിത്രമായ റബീഉൽ അവ്വലിന്റെ മാസം കടന്നുപോയാൽ അതാണ് കുറ്റകൃത്യം.